നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ചട്നി പൗഡർ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതിനായിട്ട് 1 കപ്പ് ഉഴുന്ന് വേണം, 1/2 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് എള്ള്, ഒരു 10-12 ഡ്രൈ റെഡ് ചില്ലി വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 കഷ്ണം കായം. ആദ്യം നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് എള്ള് ചേർത്ത് കൊടുക്കാം. ഈ എള്ളൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ടപ്പ് ടപ്പ് ടപ്പെന്ന്, ആ ഒരു സൗണ്ട് വരും. അങ്ങനെ പൊട്ടി വരും നമുക്ക് ഈ എള്ളും. അപ്പം തന്നെ നമ്മൾ അതിൻ്റെ പാകമായിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മളത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇനി അതേ പാനിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ കായം നമുക്കൊന്ന് വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കായം ഇല്ലെങ്കിൽ കായപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. അതിപ്പോഴല്ല, അതെല്ലാം വറുത്ത് ലാസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ പൊടി ആഡ് ചെയ്യാം. കായം ഉണ്ടെങ്കിൽ ഇങ്ങനെ വറുത്തെടുത്ത് അതും മാറ്റി വയ്ക്കുക. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്ര ഉഴുന്നെടുക്കുന്നോ അതിൻ്റെ പകുതിയാണ് കടലപ്പരിപ്പ് ഇതിന് എടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറുപരിപ്പ് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രോട്ടീൻ ബേസ്ഡ് ചട്നിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കാം. ഇതൊന്ന് പാതി വറുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് നല്ലപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മുളക് വരെ ആഡ് ചെയ്യാം കേട്ടോ. എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ ഇട്ടാൽ മതിയാവും. അങ്ങനെ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതാണ് അതിൻ്റെ പാകം. ഒരു ബ്രൗൺ കളറിലാണ് ഇത് നമുക്ക് കിട്ടുക. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കായവും അതേപോലെ എള്ളും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളകില്ലെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊരു നല്ല കളർ വേണമെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി കാശ്മീരി റെഡ് ചില്ലി ആഡ് ചെയ്യാം കേട്ടോ, പൗഡർ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. മറക്കരുത്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഇതിടാവൂ. പൊടികൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടാവൂ. ഉടനെ തന്നെ നമുക്കിതൊന്ന് തണുപ്പിക്കാനും വെക്കണം. ഇത് നമുക്ക് ആ പാനിൽ നിന്നൊന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇല്ല, പാനിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഉടനെ തന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം. 2 ബാച്ചായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഒരുമിച്ചിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പൊടിഞ്ഞു വരില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഇതിൽ നിന്ന് ഒരു പാതി എടുത്ത് നമുക്ക് ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പൊടിക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ച് നല്ല തരിയൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിയായിട്ട് പൊടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് തരിയായിട്ടും പൊടിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇത് കുറച്ചൊരു നമുക്കിതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. ഈ ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബാച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് രണ്ടാമത്തെ ബാച്ച് ഇങ്ങനെ തരിയായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ 2 ടൈപ്പ് ചട്നി കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിത് ഏതായാലും കുറച്ച് തരിയായിട്ടാണ് രണ്ടും പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിൽ നിന്ന് മാറ്റാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നമ്മുടെ ചട്നി പൗഡർ റെഡി ആയി കഴിഞ്ഞു. ഇത് ദോശയുടെ ഇഡ്ലിയുടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ മാരിഭവനിലൊക്കെ നമുക്ക് കിട്ടാറുള്ള ഒരു ചട്നി പൊടിയാണിത്. ഇതെന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് ഒരുപാട് സമയവും വേണ്ട. ഇനി നമുക്കിത് എങ്ങനെ കഴിക്കുന്നതെന്ന് നോക്കാം. ആവശ്യത്തിന് ചട്നി പൗഡർ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ. നല്ലെണ്ണയാണ് ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ. പക്ഷേ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്.
അതിന് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ചട്നി ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ മടിയാണെങ്കിലോ ഒക്കെ ഇതാ ഇങ്ങനെ തരിതരിയായിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ചട്നി പൗഡർ റെഡിയാക്കാവുന്നതാണ്. റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ പോരെ. വളരെ ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ചട്നി പൗഡർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.